ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ എഴുതുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം വിശ്വസിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആദ്യം നമസ്കരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെ സമ്പൂർണ്ണമായി ആദ്യം അംഗീകരിച്ചതും ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്ത് അദ്ദേഹത്തിന് 10 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ കാര്യം ഇങ്ങനെ നമുക്ക് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ കാഴ്ച കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്താണ് ഈ പുതിയ ഒരു അനുഷ്ഠാന രീതി? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനുല്ലാഹി അല്ലദീ ഇസ്തഫാ ലിനഫ്സി, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ബഅസ ബിഹി റുസുലഹു, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ അള്ളാഹു നിയോഗിച്ചത് ഈ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ്. ഫഅദ്ഉക ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു വഇലാ ഇബാദതിഹി വഅൻ തക്ഫുറ ബില്ലാത വൽ ഉസ്സ, ഞാൻ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് നിന്നെയും ദഅവത്ത് ചെയ്യാണ്. അതുപോലെ തന്നെ ലാത്ത ഉസ്സ പോലുള്ള വിഗ്രഹങ്ങളെ ഒഴിവാക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എൻ്റെ പിതാവിനോടും കൂടെ ചോദിക്കണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, നിങ്ങൾക്കിപ്പോൾ ഇത് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, മറ്റൊരാളെയും ഈ വിഷയം അറിയിക്കരുത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അന്നത്തെ രാത്രി ആ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ വിശ്വാസം കൃത്യമായ രീതിയിൽ കടന്നു കയറിയിരുന്നു. പിറ്റേന്ന് രാവിലെ നബിയുടെ അടുക്കലെത്തി. ഞാനൊരു ചോദിച്ചു, മാതാ അറൽത അലയ്യ യാ മുഹമ്മദ്, ഇന്നലെ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്, ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വതക്ഫുറ ബില്ലാത വൽ ഉസ്സ വതബ്റഅ മിനൽ അൻദാദ്, ഏകനായ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക, അള്ളാഹുവിനോടൊപ്പം ഒന്നിനെയും ചേർത്ത് ആരാധിക്കാതിരിക്കുക, അള്ളാഹുവിനോടൊപ്പം ചേർത്ത് ആരാധിക്കപ്പെടുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും മുഴുവൻ വസ്തുക്കളെയും സമ്പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുക. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ വിശ്വാസം തിരഞ്ഞെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ അബൂ താലിബ് കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും നമസ്കരിക്കുന്നത്. ആ സമയത്ത് ചോദിച്ചു, യബ്ന അഖി മാ ഹാദ ദീൻ അല്ലദീ അറാക തദീനു ബിഹി, ഈ പുതിയ ദീൻ എന്താണ് സഹോദരപുത്ര എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ അമ്മി ഹാദാ ദീനുല്ലാഹ് വദീനു മലായികതി വദീനു റുസുലി വദീനു അബീന ഇബ്രാഹിം, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇത് മലായികത്തുകളുടെയും റുസുലുകളുടെയും എന്ന് മാത്രമല്ല നമ്മുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ദീനാണ്. ബഅസനി ബിഹി റസൂലൻ ഇലൽ ഇബാദ്, മുഴുവൻ മനുഷ്യരിലേക്കും പ്രവാചകനായിട്ട് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. വ അന്ത ഐ അം അഹഖു മിമ്മൻ ബദൽതു ലഹു നസീഹ, ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം കാംക്ഷിച്ചിട്ടുള്ളത് താങ്കളുടെ കാര്യത്തിലാണ്, അതുകൊണ്ട് നിങ്ങളും ഈ വിശ്വാസം സ്വീകരിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ദർഭികമായി അബൂ താലിബിനോട് പറഞ്ഞു. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, ഞാൻ എൻ്റെ പൂർവികരുടെ മതങ്ങളെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ വിശ്വസിച്ച് അനുഷ്ഠിച്ചു പോന്നിരുന്ന ചില വിശ്വാസ ആചാരങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിൽ നിന്നും ഒരിക്കലും മാറാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, വല്ലാഹി ലാ യഖ്ലുസു ഇലൈക ബിശൈഇൻ തക്റഹുഹു മാ ബഖീതു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വിശ്വാസത്തിൻ്റെ പ്രചരണത്തിൻ്റെ വഴിയിൽ ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായാലും ആ എതിർപ്പുകളിലെല്ലാം താങ്കളെ സഹായിക്കാൻ ഒപ്പം ഞാൻ ഉണ്ടാകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബ് ആ സമയത്ത് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞു, ഈ ദീനിൽ നീ ഉറച്ചു നിൽക്കണം, ഇത് ശരിയായ ഒരു വിശ്വാസമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഉപദേശവും നൽകി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യ സമയത്ത് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞ, ചെറിയ പ്രായത്തിൽ തന്നെ വിശ്വസിച്ച ഒരു സഹാബി എന്ന നിലയ്ക്ക് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരുപാട് സൽഗുണങ്ങളുടെ ഉടമയായിരുന്നു. അറിവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. അറിവിനോടൊപ്പം അസാധാരണമായ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ മികവുകൾപ്പെട്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ലാഖും അലിയും, ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ സത്യാസത്യങ്ങൾ കൃത്യമായി ഇഴകീറി പരിശോധിച്ച് വിലയിരുത്താനും അത് സത്യത്തിൻ്റെ ഭാഗത്ത് ആരാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി വിധി പറയാനും ഏറ്റവും യോഗ്യൻ
അലിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അബുൽ ഹസൻ അഥവാ അലി ഇബ്നു അബീ ത്വാലിബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സങ്കീർണത ഈ സമൂഹത്തെ ബാധിച്ചാൽ അത് പരിഹരിക്കാൻ ഒരാളുണ്ട്. പക്ഷേ അദ്ദേഹം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സമാനമായ ഒരു പ്രശ്നമുണ്ടായാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു പോകരുതേ എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണെന്ന് അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞതായി കാണാം. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉമർ റളിയല്ലാഹുവിൻ്റെയൊക്കെ കാലഘട്ടത്തിലുണ്ടായ പല സങ്കീർണതകളിലും ഇടപെട്ടതും ആ വിഷയത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം നൽകിയതും നിർദ്ദേശം നൽകിയതും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ അസാധാരണമായ ബുദ്ധിയോടൊപ്പം ആഴത്തിലുള്ള അറിവും ചേർന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുകയായിരുന്നു. സ്വാഭാവികമായി മക്കയിലെ ജനങ്ങൾക്കെല്ലാമുള്ള, വിശേഷിച്ചും ഖുറൈശികൾക്കുള്ള ഷജാഅത്ത് അഥവാ ധീരത അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു സവിശേഷ ഗുണമാണ്. ബദർ, ഉഹദ്, ഖന്ദഖ്, ഖൈബർ തുടങ്ങിയ യുദ്ധ രണാങ്കണങ്ങൾ എല്ലാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൃത്യമായ സാന്നിധ്യവും കൂടെ പറഞ്ഞാൽ മാത്രമേ ആ ചരിത്രങ്ങൾ പൂർണ്ണമാകൂ എന്ന നിലയ്ക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരത പ്രകടമായ സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ കിടന്നത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്നത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അത്രമേൽ ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് പുലർത്തേണ്ടുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായി അത് അദ്ദേഹം പാലിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന് ജീവിതത്തിൻ്റെ ലാളിത്യമാണ്, സാധാരണത്വമാണ്. സാമ്പത്തികമായ വളർച്ച ഉണ്ടായപ്പോഴും എല്ലാം ഒരു ഖലീഫയായി മാറിയപ്പോഴും ഭരണാധികാരിയായി മാറിയപ്പോഴുമെല്ലാം ജീവിതത്തിൻ്റെ സാധാരണത്വം തിരഞ്ഞെടുക്കുകയും ലളിതമായ ജീവിതം അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിൻ്റെ